ഇങ്ങോട്ടിന്നോ പെട്ടെന്ന് പോയിട്ടാണേ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. എൻ്റെ ഒരു പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ട് ആക്റ്റീവായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അങ്ങനെ സന്തോഷമായിട്ട് ദിവസങ്ങൾ കടന്നു പോട്ടെ. ഇന്നത്തെ ദിവസം എനിക്ക് സന്തോഷമുള്ള ദിവസമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷത്തിനേക്കാളും ടെൻഷൻ ഒടിച്ച് നിൽക്കുന്ന ഒരു ദിവസമായിരിക്കും കേട്ടോ ഇന്ന്. കാരണം അത്രയ്ക്ക് നല്ല തിരക്കുള്ളൊരു ദിവസമാണ്. ധന്യയ്ക്ക് പാർലറിലാണ് വർക്ക്, എനിക്ക് വേറൊരു സ്ഥലത്താണ് വർക്ക്. എനിക്ക് ഹെവി വർക്കുണ്ട്, ധന്യയ്ക്ക് അതേപോലെ ഹെവി വർക്കുകളുണ്ട്. അപ്പോൾ ഇന്ന് ഫുള്ള് ആക്റ്റീവായിട്ട് നിൽക്കണം. ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അനിയത്തി കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിസംബർ മാസം ആയതുകൊണ്ട് രാവിലെ പുറത്തോട്ടിറങ്ങുമ്പോൾ നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ വീണ്ടും ഓപ്പോസിറ്റ് ഒരു ചെറിയ പള്ളിയുടെ സെൻറ്ററാണ്. അപ്പോൾ അവിടെ വലിയ ക്രിസ്മസ് സ്റ്റാർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇതാ അവിടെ നിന്ന് ഇറങ്ങി. വീട് ഏതാണ്ട് മെസ്സി ആയിട്ട് കിടക്കുകയാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസത്തെ പറക്കി ഒതുക്കലും കാര്യങ്ങളും ശരീരവും എല്ലാം കൂടെ മെസ്സി ആയിട്ട് കിടക്കുകയായിരുന്നു. അങ്ങനെ അമ്മയെ വിളിച്ചുണർത്തിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. കാരണം ഗേറ്റ് പൂട്ടാൻ വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ ഇന്ന് രോഹിണിയും കൂടെ ധന്യെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ രോഹിണി പകുതി വരെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഫ്ലവറും കുറച്ച് കാര്യങ്ങളും കൂടെ കൊടുക്കാണ്ടായിരുന്നു, നെറ്റിച്ചുട്ടിയും കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ടായിരുന്നു. അങ്ങനെ അവളെ കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ്. ഞാനാണ് ഡ്രൈവ് ചെയ്യണത്, പൊന്നൂൻ്റെയാണ് വണ്ടി കേട്ടോ. അപ്പോൾ ഞാൻ അവളോട് ഡ്രൈവ് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു ഞാനോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ചെയ്യാം എന്ന് കരുതി ഞാൻ തന്നെ എടുത്തു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അത് ഇച്ചിരി ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇങ്ങനെ രാവിലെ ഞാൻ ഡ്രൈവ് ചെയ്ത് എൻ്റെ പിറകെ പൊന്നു ഇരുന്ന് പറഞ്ഞത് കേട്ടോ. കാരണം പൊന്നു ഇടയ്ക്ക് വെച്ച് എനിക്ക് തോന്നുന്നു ഒരു വർഷം മുമ്പ് വരെ അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് കുറേ ലോങ് ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടാണ് അവൾ എൻ്റെ കൂടെ ഒരു വർക്കിന് വേണ്ടിയിട്ട് വരുന്നത്. ഒരിക്കൽ പത്തനംതിട്ട വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് സ്കൂട്ടിയിൽ ഇങ്ങനെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഭയങ്കര ഒരു നൊസ്റ്റാൾജിയായിരുന്നു. പൊന്നൂൻ്റെ വണ്ടി ഞാൻ എടുത്തിട്ട് കുറച്ച് നാളായി. അതാണ് എനിക്കൊരു ചെറിയ ടെൻഷൻ വന്നത്. അല്ലായിരുന്നെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ വണ്ടി യൂസ് ചെയ്താണ് എനിക്കൊരു ശീലം കേട്ടോ. പെട്ടെന്നൊരു വണ്ടി കിട്ടിയപ്പോഴത്തേക്കും ആദ്യം ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് വണ്ടി സ്മൂത്തായിരുന്നു കേട്ടോ. എൻ്റെ വണ്ടിയേക്കാളും കുറച്ച് സ്മൂത്തായത് കണക്കാണ് എനിക്ക് തോന്നിയത്. ഇന്നിപ്പോൾ നമുക്ക് വർക്കുള്ളത് പോത്തങ്കോട് പാർലറിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് ഹെവി വർക്കുള്ളൊരു ദിവസമാണ്, നല്ല മുഹൂർത്തമാണ് കേട്ടോ. അതാണ് ഇത്രയും ഹെവി വർക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു റെയറായിട്ടാണ് ഇങ്ങനത്തെ ഒരു നല്ല മുഹൂർത്തമൊക്കെ കിട്ടുന്നത്. അങ്ങനെ പോകും വഴി വല്ലതും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം പൊന്നൂനെ സംബന്ധിച്ചിടത്തോളം അവൾ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ആദ്യം അവൾ വേണ്ട എന്നൊക്കെ പറയും. പക്ഷേ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അവളെ ബോഡി വീക്കാവും, പെട്ടെന്ന് തളരും. നമ്മളെപ്പോലെ ഒന്നുമല്ല, ഞാനൊക്കെ ശീലമായി എന്ന് വേണം പറയാൻ. അപ്പോൾ അവിടെ ഇരിക്കുന്ന സ്നാക്സിൽ എല്ലാ എണ്ണ പലഹാരമായിരുന്നു, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ദോശ സാമ്പാർ അങ്ങനെ വല്ലതുണ്ടെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അതൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു പിന്നെ ചായയും ഈ പറയും പോലെ ക്രീം ബണ്ണ് കഴിക്കാമെന്ന് വിചാരിച്ച്. ഇച്ചിരി കട്ടിയുള്ള വയറ്റിൽ കൊവുന്ന് കിടക്കുന്നത് അതുമാത്രമായിരിക്കുന്നു. എനിക്ക് വലിയ താല്പര്യമില്ല രാവിലെ ഈ എണ്ണപ്പലഹാരം കഴിക്കുന്നത്, പ്രത്യേകിച്ച് മൈദയിലുള്ള എണ്ണപ്പലഹാരം കഴിക്കുന്നത് വലിയ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമല്ല. പക്ഷേ നിവർത്തികേട് വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും, അത് കഴിച്ചല്ലേ പറ്റത്തുള്ളൂ. കാരണം വർക്കിന് നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാപ്പി കുടിച്ചിരിക്കണം. വയറ് നിറച്ച് കുടിച്ചില്ലെങ്കിലും ഈ പറയും പോലെ കുറച്ചെങ്കിലും കഴിച്ചിരിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചു. വീണ ചേച്ചി താഴെ കാറിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ചേച്ചി ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചേച്ചി പറഞ്ഞു നമുക്ക് എനിക്ക് ചായ കുടിക്കാൻ പോകാമെന്ന്. നമ്മൾ ചായ കുടിച്ചിട്ടാണല്ലോ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി നമ്മൾ കഴിച്ചിട്ടാണ് വന്നത്. കുഴപ്പമില്ല എങ്കിൽ വാ, ഒരു കമ്പനിക്ക് വാന്ന് പറഞ്ഞുകൊണ്ട് ചെന്നു. ഞാൻ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് മെയിനായിട്ട് പൊന്നൂന് വല്ലതും കാപ്പി വാങ്ങിച്ചു കൊടുത്തിട്ട് നിർത്തണം എന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ചേച്ചി വിളിച്ച കടയിലാണെങ്കിൽ ഇഡ്ഡലിയും ദോശയും അപ്പവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ബീഫ് റോസ്റ്റ് വരെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തള്ളിപ്പോവും. അപ്പോൾ പൊന്നു പറയും വേണ്ട ചേച്ചി വേണ്ട എനിക്കൊന്നും എടുക്കണ്ട, എനിക്ക് വിശക്കണില്ല, എനിക്ക് ഇപ്പം ഒന്നും വേണ്ട എന്ന് പറയും. പറയും പറ്റൂല, നീ എന്തെങ്കിലും കഴിച്ചിട്ടേ പോകാവുള്ളൂ എന്ന് പറയും. അവിടെ നെയ്പ്പത്തിരി ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചു. ഷോപ്പിൻ്റെ ഓണർ നല്ലൊരു മനുഷ്യനായിരുന്നു. കാരണം ബീഫൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നു കേട്ടോ. നമ്മൾ പറകിത്തൊന്നുമല്ല, പക്ഷെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തന്നു. അങ്ങനെ അതെല്ലാം കഴിച്ച് വയറ് വീത്തതിന് ശേഷം ഞാനും കഴിച്ചു, പൊന്നും കഴിച്ചു. പക്ഷേ വീണ ചേച്ചി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ചായയും നെയ്പ്പത്തിരി മാത്രം മതി എന്ന് പറഞ്ഞു. കഴിച്ചിട്ട് നമ്മൾ പാർലറിലോട്ട് വന്നു. അപ്പം വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് 2 ബ്രൈഡുണ്ട്. ഒന്നാമത്തെ കാര്യം 2 ബ്രൈഡുണ്ട്, പിന്നെ 3 എൻഗേജ്മെൻറ്റും പിന്നെ കുറേ ടച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ 4 മണിക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചത്.
പക്ഷേ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 4:15 4:20 അടുപ്പിച്ചായി കേട്ടോ. പിന്നെ ഈ മോൾക്ക് തലേ ദിവസം റിസപ്ഷൻ മേക്കപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസമുള്ള ബ്രൈഡൽ ലുക്കാണ് നമ്മളിനി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ വീണ ചേച്ചിയും പൊന്നു ഹെൽപ്പിങ്ങിന് വേണ്ടിയിട്ടുണ്ട്. എല്ലാവരും നല്ല തിരക്കിലായിരുന്നു. അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിരുന്നില്ല. ഞാനൊക്കെ ഫുള്ള് തിരക്കിലായിരുന്നു കേട്ടോ. ഓരോരുത്തർക്കും പോകാനുള്ള ടൈമിനനുസരിച്ചാണ് നമ്മൾ ടൈം ഷെഡ്യൂൾ ചെയ്തിരുന്നത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള രീതിയിൽ ഒരു രീതിയിലും മാറാൻ പാടില്ല, ഒരു രീതിയിലും ഡിലേ ആവാൻ പാടില്ല, കുറച്ച് നേരത്തെ ആയാലും ഡിലേ ആവാൻ പാടില്ല എന്നൊരു തീരുമാനം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലേറ്റാക്കാതെ തന്നെ എനിക്ക് എല്ലാവരും വിടാൻ പറ്റി കേട്ടോ. മെയിനായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ബ്രൈഡ്സ് ആയിരുന്നു. അപ്പോൾ ബ്രൈഡ്സിന് തന്നെ നമ്മൾ രാവിലെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഒരു 4:20 ആയപ്പോഴേക്കും വർക്ക് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഉള്ള മെയിൻ കാര്യമെന്ന് പറയുന്നത് നമുക്ക് ലാഗായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതൊരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒട്ടും ലാഗ് വന്നിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ടപ്പോ എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മൾ ചെയ്തിരുന്നത് കേട്ടോ. പിന്നെ ആൾക്ക് സെൻറ്റർ പാർട്ടീഷൻ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, നോക്ക് സെൻറ്റർ പാർട്ടീഷൻ ചേരും എന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ആൾക്ക് ഹെയർ സ്റ്റൈൽ കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇതൊരു ട്രയലായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ ആൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നതാണ്. ആളുടെ എൻഗേജ്മെൻറ്റിന് ചെയ്തിട്ട് ആൾക്ക് അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല ഹെയർ സ്റ്റൈലിൽ. അതുകൊണ്ട് അത് സെൻട്രൽ പാർട്ടീഷനാണ് എടുത്തിരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞില്ല, നോക്കിയിട്ട് തൻ്റെ കംഫർട്ടബിളിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഒട്ടും കംഫർട്ടബിൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർ സ്റ്റൈൽ മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആൾക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ കൊടുത്താൽ ചേരും എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായമൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. മെയിനായിട്ട് ഈ മോൾക്ക് നമ്മൾ ചെറിയ ലൈറ്റായിട്ടൊരു സ്കിൻ ഗ്ലാസ്സാണ് നമ്മൾ കൊടുത്തത്. നല്ല ഓപ്പൺ പോഴ്സ് ആയിരുന്നു കേട്ടോ. സ്കിൻ ഇച്ചിരി പോഴ്സ് ഓപ്പണിംഗ് ആയിരുന്നു, പിമ്പിൾസൊക്കെ വന്നിട്ട്. പിന്നെ മെയിനായിട്ട് ആ മോള് സിമ്പിളിൻ്റെ ആളാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ആളാണ്. ഇപ്പം നമ്മൾ ഹെയർ സ്റ്റൈലാണെങ്കിലും ഇപ്പോൾ ഫൗണ്ടേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഓർണമെൻറ്റ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ആൾക്ക് എല്ലാം സിമ്പിളായിട്ട് മതി എന്നാണ് പറയുന്നത്. ഇട്ടിരുന്ന മാലയാണ് കേട്ടോ, ഇത് മാത്രം മതി, ഇനി വേറെ ഒന്നും വേണ്ട എന്നാണ് പറയുന്നത്. വേറൊരു മാലയും കൂടെ ഉണ്ടായിരുന്നു. ആ മാലയൊന്നും ഇടാൻ സമ്മതിച്ചിരുന്നില്ല. പിന്നെ നമ്മൾ പറഞ്ഞു, എടാ ഇത് ഭയങ്കര ഗ്യാപ്പ് ഉണക്ക് തോന്നുന്നു, ഒരു മാലയും കൂടി ഇടേണ്ടി വരുമെന്ന് പറയും. അപ്പോൾ അത് ഹെവി ആവൂലേ എന്ന് പറയും. അപ്പോൾ ഞാൻ പറയും ഇന്ന് ബ്രൈഡൽ ഡേ ആണ്, നിങ്ങളെ ദിവസമാണ്. അപ്പം നിങ്ങളെ ദിവസം കുറച്ചൊന്ന് നമ്മൾ ബ്രൈറ്റായിട്ട് തന്നെ നിൽക്കണം, അതൊരിക്കലും ഒരു ഓവറായിട്ട് വരത്തില്ല എന്നൊക്കെ പറഞ്ഞ ആളെ ഓക്കെ ആയാണ് കേട്ടോ അവിടെ നിന്ന് പോയത്. ഇപ്പം ആദ്യത്തെ 2 ബ്രൈഡ്സിനെ ഒരുക്കി വിട്ടതിന് ശേഷം, ഒരുക്കി മാറ്റി നിർത്തിയതിന് ശേഷം നമ്മൾ അടുത്ത എൻഗേജ്മെൻറ്റ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തു. മെയിനായിട്ട് നമുക്ക് സ്കിന്നൊക്കെ പെട്ടെന്ന് തീരും. ഹെയർ ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടി ടൈം എടുക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിൽക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഡിസ്ക് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ വീണ ചേച്ചിയുടെ ചെരുപ്പൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ ഞാൻ അവിടെ നിന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് നിന്ന് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും. പക്ഷെ നിന്ന് വർക്ക് ചെയ്യുക എന്നുള്ളതല്ലാതെ ഈ ഒരു ഫീൽഡിന് വേറൊരു ഓപ്ഷനില്ല. അതിപ്പോൾ സലൂണിൽ നമ്മൾ സലൂൺ സർവീസ് ആണെങ്കിലും അല്ലാതെ മേക്കപ്പ് സർവീസ് ആണെങ്കിലും നിന്ന് വർക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ നമ്മുടെ ഈ ഒരു എൻഗേജ്മെൻറ്റ് കുട്ടിയുടെ ഡ്രസ്സ് സൂപ്പറായിട്ടുണ്ട് കേട്ടോ, ഒന്നും പറയാനില്ല, നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു മെറ്റീരിയൽ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല കേട്ടോ, ഇങ്ങനത്തെ ഒരു ടൈപ്പ് മെറ്റീരിയൽ. അത് ഏത് മെറ്റീരിയലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. അപ്പോൾ ഈ മോള് വാങ്ങിച്ച കടയുടെ പേരൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ആ ബ്ലൗസും ആ ഒരു ഷോളും, അയ്യോ ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ കോലം കെട്ടെന്ന് വേണം പറയാൻ. രാവിലെ തല കോതിയതാണ്, പിന്നീട് തല കോതാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ അപ്പാടെയുള്ള വീഡിയോ ആണ് കേട്ടോ ഇടുന്നത്. ഒട്ടും മേക്കപ്പ് ഒന്നും ചെയ്യാൻ, ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടൊക്കെ തന്നെയാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കും വാലാക്കൊല നീലണ്ടാനായി. അല്ലെങ്കിൽ ഞാൻ കുറച്ചൊന്ന് ടയേർഡായി കഴിഞ്ഞാൽ പിന്നെ എന്നെ കോഴി പൂട ഉന്നി കണക്കാണ് ഇരിക്കുന്നത്. ഞാൻ ലാസ്റ്റിലത്തെ വർക്കായിരുന്നു കേട്ടോ. ഈ മോള് സിമ്പിൾ മേക്കപ്പാണ് പറഞ്ഞിരുന്നത്. ലാസ്റ്റിലത്തെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യം പറഞ്ഞു എനിക്കൊന്ന് ഇരിക്കണം, പിന്നെ സാധനങ്ങളൊക്കെ ഞാൻ പിന്നീട് പറക്കി വയ്ക്കാമെന്നാണ് പറഞ്ഞത്. കാരണം എനിക്ക് ഇരുന്നോളാൻ വയ്യായിരുന്നു. രാവിലെ 4:30 മണി തൊട്ട് തുടങ്ങി ഒരു 9-9:30 മണി വരെയൊക്കെ നിൽക്കുമ്പോഴുള്ളൊരവസ്ഥ നോക്കിക്കോളേ. 9:30 അല്ല 10 മണി അടുപ്പിച്ചായി കേട്ടോ. അപ്പാടെ അങ്ങ് തളർന്നു പറഞ്ഞാൽ നട്ടലിനാണ് എനിക്ക് മെയിനായിട്ട് പ്രശ്നം. അങ്ങനെ അങ്ങ് ഒരിടത്ത് ഇരുന്ന് കേട്ടോ ഞാൻ നന്നായിട്ട്. പൊന്നൂനോട് ഞാൻ ചോദിച്ചിരുന്നു എടി എങ്ങനെ ഉണ്ടായിരുന്നു, ഓക്കെ ആയിരുന്നോ എന്ന്. അപ്പോൾ പറഞ്ഞ ചേച്ചി എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, ഞാൻ ഫുള്ള് എനർജറ്റിക് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് വിശന്ന് കഴിഞ്ഞാൽ നമ്മൾ തളരും. മെയിനായിട്ട് വർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കാപ്പി വാങ്ങിച്ച് കഴിക്കാം എന്ന് പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞൊരു വർക്കിനാണ് നമുക്ക് മനസ്സിലായത് ഫുഡ് കഴിച്ചിട്ടേ വർക്ക് എടുക്കാവുള്ളൂ
ചെയ്തോളൂ എന്ന് കേട്ടോ. അങ്ങനെ വർക്കെല്ലാം കഴിഞ്ഞ് എല്ലാവരെയും ഹാപ്പി ആയിട്ടൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം നമ്മളിതാ എന്തെങ്കിലും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. ജ്യൂസാണ് കേട്ടോ കുടിച്ചത്. ചേച്ചി പിന്നെ കാപ്പി കുടിക്കണമെന്ന് ചോദിച്ചപ്പോഴേ ഞാൻ പറയും ഇനി കാപ്പി ഐറ്റംസ് ഒന്നും വേണ്ട, അപ്പോൾ ചേച്ചിക്ക് ജ്യൂസും മതി എന്ന് പറയും. അപ്പോൾ ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് പാർലറിൽ വന്ന് സാധനങ്ങളൊക്കെ പറക്കി ഒതുക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ടും എൻ്റെ ക്ഷീണം മാറിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഇരുന്നോളാൻ വയ്യാത്ത അവസ്ഥയിലാണ് കേട്ടോ. എത്രയെങ്കിലും മണിക്കൂർ എനിക്ക് വയ്യാണ്ടായി. പക്ഷേ ഒന്നാമത്തെ കാര്യം എനിക്ക് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇച്ചിരി പനിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ തലേ ദിവസം കൊട്ടാരക്കര വർക്കുണ്ടായിരുന്നു. അപ്പോൾ ആ കൊട്ടാരക്കര വർക്കിന് പോയ സമയത്ത് മഴ പെയ്ത് ആ മഴയൊക്കെ ഞാൻ ഇത്തിരി നനഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാത്രി ആയപ്പോൾ എനിക്ക് ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഞാൻ നേരെ സലൂണിലോട്ടല്ല പോകുന്നത്, വീട്ടിലോട്ടാണ്. അപ്പം ഞാൻ ധന്യയെ വിളിച്ച സമയത്ത് ധന്യയ്ക്ക് വേറൊരിടത്ത് വർക്കുണ്ടായിരുന്നു ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അൽസാജി വർക്കുണ്ടായിരുന്നു, അത് കഴക്കൂട്ടത്ത്. അപ്പം അവൾക്ക് പാർലറിലെ വർക്ക് കഴിഞ്ഞിട്ടാണ് അവൾ അൽസാജി പോയത്. അപ്പോൾ അൽസാജിന്ന് തിരിച്ച് വരുന്ന വഴി എന്നെ പിക്ക് ചെയ്യണേന്ന് പറഞ്ഞ്. അപ്പോൾ പൊന്നൂൻ്റെ വണ്ടിയിലാണല്ലോ ഞാൻ വന്നത്. അപ്പോൾ പൊന്നു അതുവഴി അങ്ങ് പൊന്നൂൻ്റെ വീട്ടിൽ പൊയ്ക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ധന്യയും ഫുള്ള് ടയേർഡായിരുന്നു. ധന്യയുടെ ഹെൽപ്പിന് രോഹിണിയും കൂടെ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ എന്നിരുന്നാലും ധന്യയ്ക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ. മെയിനായിട്ട് ഈ വെളുപ്പാങ്കാലത്ത് എണീറ്റ് വർക്ക്, നമ്മൾ ഡേയിലുള്ള വർക്കണൊക്കെ അല്ല വെളുപ്പാങ്കാലത്ത് നമ്മൾ ഉറക്കവും കളഞ്ഞ് അല്ലെങ്കിൽ ഉറക്കവും കിട്ടാതെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് വീക്കാവും ബോഡി. പിന്നെ ഇവർ കാപ്പി കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനും കൂടെ വന്നിട്ട് കാപ്പി കുടിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കാപ്പി വേണ്ട, എനിക്ക് വണ്ടിയിലൊന്ന് ഇരുന്നാൽ മാത്രം മതി, നിങ്ങൾ പോയി കാപ്പി കുടിച്ചിട്ട് വാ, എനിക്ക് ഒട്ടും വിശപ്പില്ല എന്ന് പറഞ്ഞ് ഞാൻ അവരുടെ അടുത്ത് വർക്കിൻ്റെ തലേ ദിവസം, അതായത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വല്ലതും കഴിച്ചിട്ടേ നിൽക്കാവൂ ഇല്ലെങ്കിൽ തളർന്നു പോകുമെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അവരെന്തോ കേക്ക് എന്തൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പക്ഷേ അങ്ങനെ കാപ്പി ഐറ്റംസ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ കാപ്പി കുടിക്കാൻ പോയ സമയത്ത് ഞാൻ കാറിനകത്തായിരുന്നു. കുറച്ച് നേരം ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ കാപ്പി കുടിച്ചാൽ 8ൻ്റെ പണി കിട്ടി. കാരണം ചിക്കൻ ശകലം പോലും വെന്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അവൾക്കും രോഹിണിക്കും ഭയങ്കര ദേഷ്യമായിരുന്നു കേട്ടോ. കാരണം ചിക്കൻ വേവാതിരുന്നാൽ എന്തിനു കൊള്ളാം. അങ്ങനെ പിന്നെ അവരെന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ചേട്ടാ.